بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الله سبحانه وتعالى ഒരടിമക്ക് നൽകുന്ന അവൻ്റെ ആയുസ്സിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമയമായ യുവത്വം, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെ ചെലവഴിക്കാം, ആ ഒരു സമയം നാളെ വിചാരണ ചെയ്യപ്പെടുമ്പം കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ സാധിക്കുന്ന തരത്തിൽ എങ്ങനെ ജീവിതത്തെ മാറ്റാം, അത് പറയാൻ ഇന്നും മസ്ജിദുൻ നബവിയിൽ ഹദീസ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അബ്ദുർ റസാഖ് അൽ ബദർ ഹഫ്ളഹുല്ലാ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ സലഫുസ്സാലിഹുകൾ യുവത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ചില ഉദ്ധരണികൾ ക്രോഡീകരിച്ച് ഉണ്ടാക്കിയ കിതാബാണ് ഈ കിതാബ്, അഥവാ നമ്മൾ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥം. ഇത് ക്രോഡീകരിച്ചതിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം യുവാക്കളോട് സംസാരിക്കലാണ്. യുവത്വം കഴിഞ്ഞു പോയവർ ഇത് കേൾക്കുമ്പം സ്വാഭാവികമായും എന്തുണ്ടാകും? ബേജാറ്. ആ ബേജാറ് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹ്മഹുല്ല ഒരാളോട് ചോദിച്ചു, വയസ്സെത്രയും? 63. 63 വയസ്സ് പറഞ്ഞ അദ്ദേഹം കഴിഞ്ഞു പോയ ആയുസ്സിനെ സംബന്ധിച്ചുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ അത്രേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞാക്ക് ടെൻഷനായി, വിഷമായി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ നിനക്ക് ഈ വിഷമത്തിന് പകരം സന്തോഷാവും. നസൂഹായി തൗബ ചെയ്യുക. കഴിഞ്ഞു പോയതിനെ പറ്റി മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക. ഇനിയുള്ളത് കഴിയുന്നത്ര നേരെയാക്കുക. 63 കഴിഞ്ഞാൽ ഇനി എത്രയേ ഉള്ളൂ? അല്ലാഹു അലം. പക്ഷെ എന്നാലും അനുഭവം വെച്ചിട്ടും ഹദീസുകൾ വെച്ചിട്ടും ഒക്കെ നോക്കിയാൽ ഇനി ആകെ 17 കൊല്ലേ ഉള്ളൂ. 60ൻ്റെയും 70ൻ്റെയും ഇടയിലല്ലേ. അതിൻ്റെ അപ്പുറത്ത് പോയവൻ ഭാഗ്യവാൻ എന്നാ പറഞ്ഞത്. വളരെ ചുരുക്കം അതിൻ്റെ അപ്പുറത്ത് പോക്ക്. അതിൻ്റെ അപ്പുറത്ത് പോക്കോ അർദലുൽ ഉമർ, അതീവ വാർദ്ധക്യം, അതിൽ നിന്ന് കാവൽ തേടണം. അർദലുൽ ഉമറിൽ നിന്ന് കാവൽ തേടണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കാര്യം സ്വന്തം നോക്കാനും പറ്റൂല, ബാക്കിയുള്ളവർക്ക് നമ്മളൊരു ഭാരമായി മാറുകയും ചെയ്യും. അത് അപകടകരമായ അവസ്ഥയാണ്. അതുണ്ടായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടിയ അവസ്ഥയാണ്. പക്ഷെ ആയുസ് നീട്ടി കിട്ടിയാൽ ഖൈറ് തന്നെ. ആർക്ക്? നന്മ ചെയ്യുന്നവൻ. തിന്മ ചെയ്യുന്നവന് അതും ഷർറാണ് അധികം കിട്ടിയാൽ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നീ ബാക്കിയുള്ളതിനെ ഇനി സൂക്ഷിച്ച് ക്ഷമിച്ച് കടും പിടുത്തം പിടിച്ച് കൊണ്ടേക്കോളിന്. റഹ്മാനായ റബ്ബ് എന്ത് ചെയ്യും? ഇനി സൂക്ഷിച്ചാൽ ഈ കഴിഞ്ഞത് മൊത്തം നന്നാക്കി തരും. അതുകൊണ്ട് യുവത്വം കഴിഞ്ഞവർക്കും ബേജാറുണ്ടെങ്കിലും കേൾക്കുന്നത് നല്ലതാണ്. രണ്ടും കിട്ടും. യുവാക്കൾക്ക് ഒന്നേ കിട്ടൂ, കഴിഞ്ഞവർക്ക് രണ്ടും കിട്ടും. ഒരു 50 വയസ്സ് വരെ അടിച്ച് പൊളിച്ച് ജീവിച്ചെന്ന് പറഞ്ഞാൽ എന്താ പറയാ? നിങ്ങളുടെ നാടൻ ഭാഷയിൽ എന്താ പറയാ? അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന് അങ്ങനെ വൈബ്. ആ ലൈഫിന്റെ വൈബ് ആസ്വദിച്ചു കൊണ്ട് ജീവിച്ചു. 51ാമത്തെ വയസ്സിലാണ് പേടി വരുന്നത്. കരഞ്ഞു പറഞ്ഞു അള്ളാഹിനോട്. അള്ളാഹ് പറഞ്ഞതറിയോ? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. 50 കൊല്ലം മുന്നേ അള്ളാഹു നന്നാക്കി കൊടുക്കും. സുബ്ഹാന റബ്ബി, എത്ര നല്ല റബ്ബ്. 50 കൊല്ലം നന്നാക്കി. രണ്ടും കിട്ടി. സഹാബാക്കളിൽ പലരും ഇത് രണ്ടും കിട്ടിയ ആൾക്കാരാണ്, അധികം ആളുകളും.
അതുകൊണ്ട് യുവാക്കളാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതിൽ അദ്ദേഹം അൽ വസിയ്യത്തു സാലിസ മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ആരാ? കാസർഗോഡുകാരനാ. ഇവിടെ അദ്ദേഹം ഇല്ല എന്നാണ് പ്രബലമായ ചരിത്ര പണ്ഡിതന്മാരുടെ ഒക്കെ ഒരു നിരൂപണം. മാലിക് ദീനാർ എന്ന് പറയുന്ന സഹാബി അല്ല ഇവിടെ മറമാടപ്പെട്ട് കിടക്കുന്നത് എന്ന്. അതാണ് വസ്തുതയും. ഡോക്ടർ അഷ്റഫ് ബലേബാലിൻ്റെ ക്ലാസ് കേട്ടാൽ കൂടുതൽ വ്യക്തമാകും. യൂട്യൂബിലുണ്ട്. നിങ്ങളെ കാസർഗോഡുകാരനായ അഷ്റഫ് മൗലവി 50 കൊല്ലമായിട്ട് ഇപ്പോഴും സൗദിയയിലാണ്. ഇതിനടുക്ക് മുമ്പർക്ക് പോയപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അദ്ദേഹം അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, രോഗിയാണ്. ചരിത്രം അത് കാസർഗോഡിൻ്റെതായാലും മക്കൻ്റെയും മദീനൻ്റെയും ആയാലും മൂപ്പരനാവുന്ന കേൾക്കണം. മനോഹരമായി താരീഖ് പറയും. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇവിടെ കിടക്കുന്ന ആള് അതെല്ലാം എന്നാണ്. അതുകൊണ്ട് കാസർഗോഡുകാർക്ക് എന്ത് വേണ്ട, സഹാബിയുള്ള നല്ലതൊന്നും പറയാൻ നിൽക്കണ്ട, അതില്ലാത്ത കഥയാണ്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹു തആല അന്നഹു ഖാൽ ഇന്നമൽ ഖൈറു ഫിശ്ശബാബ്, എല്ലാ നന്മയും എല്ലാ ഗുണകരമായ കാര്യങ്ങളും ഉള്ളത് യുവത്വത്തിലാണ്. അദ്ദേഹം അത് പറയാനുള്ള കാരണം ഇത് യഥാർത്ഥത്തിൽ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ യുവാക്കൾക്ക് നൽകുന്ന വലിയ ഒരു മുന്നറിയിപ്പാണ്. കാരണം وأن الشاب إذا أحسن استغلالها حصل خيرا عظيما. ആ യുവത്വത്തിന്റെ ടൈമിൽ, അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. യുവാവ് എന്താണ്, യുവത്വം എന്താണെന്ന് നമുക്കറിയാം. ആ ടൈമിൽ ഒരാൾ നന്മയുടെ വഴി അന്വേഷിച്ച് കണ്ടെത്തി ആ വഴിയിൽ പ്രവേശിച്ചാൽ അവൻ ഉണ്ടാക്കിയെടുക്കുന്ന നന്മകൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്രയും ആയിരിക്കും. കാരണം അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ വേരുകൾ കണ്ടു തുടങ്ങിയവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് യുവാവിന് ദീനിൽ ചെയ്യാൻ പറ്റും, നന്മകളിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയാൻ കാരണം യുവത്വം എന്നത് ഖൈർ തന്നെയാണ്. എന്നാലോ അതേസമയം ആ യുവത്വത്തിന് ഒരാൾ നേരെ തിരിച്ചുള്ള ദിശയിലേക്ക് കടത്തിവിട്ടാൽ ഒരു സാധാരണക്കാരൻ ചെയ്യാത്ത വലുപ്പത്തിലുള്ള തിന്മയും ആ യുവാവ് അതിൽ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു وأصبح ما حسنه في شبابه ركيزة وعمدة وأصلا ثابتا يبقي معه إلى مماته. ആ യുവത്വത്തിൽ അവൻ ഉണ്ടാക്കുന്ന നന്മ, യുവത്വത്തിൽ നേടിയെടുക്കുന്ന ഇൽമ്, യുവത്വത്തിൽ നിസ്കാരത്തിൽ ഉണ്ടാക്കുന്ന കണിശത, യുവത്വത്തിൽ നോമ്പുകാലത്തുണ്ടാക്കുന്ന സൂക്ഷ്മത, യുവത്വത്തിൽ സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം, യുവത്വത്തിൽ അനുസരണയിൽ ഉണ്ടാക്കുന്ന മാറ്റം, അങ്ങനെ 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 ദീനിയായ വശങ്ങളിലൊക്കെ ഉണ്ടാക്കിയ ആ മാറ്റം ഭാവി ജീവിതത്തിൽ അവനുണ്ടാക്കുന്ന ഉപകാരം ചില്ലറയായിരിക്കില്ല അവൻ മരിക്കുന്നവരെ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം അതന്നെ സംഗതി. അത് ആശാൻ പറഞ്ഞതല്ല, അതിന് മുമ്പ് ഹദീസിൽ വന്നിട്ടുണ്ട്. യുവാവ് എങ്ങനെയാണോ വളർന്നു വരുന്നത് അതായിരിക്കും അവൻ്റെ ഭാവി. അതേസമയം തിരിച്ചാണെങ്കിലും അതേപോലെ. ഷേഖ് പറഞ്ഞു, ഒരു യുവാവ് ഒന്നവൻ്റെ കൈമേലുള്ളത് ഖുവ്വത്തു ശബാബ്, യുവത്വത്തിൻ്റെ ആ ഒരു പവർ. മറ്റൊന്ന് വഫറാഹുൽ വഖ്ത്, ഒഴിവ് സമയം ഇഷ്ടം പോലെ ഉണ്ടാവും യുവാക്കളുടെ കൈമേല്. ജോലി ഭാരമാകുന്നപ്പോഴാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്തുകൊണ്ടാ? ഒരുത്തി വന്നു നോക്കട്ടെ, അപ്പം അറിയാം ദുനിയാവിലെ ദുരിതം. മാതുള്ള ദുരിതമല്ല, അതൊരു സന്തോഷമാണ് അല്ലേ? പക്ഷെ നമ്മളതിനെ ദുരിതമാക്കിയതാണ്. ഓള് വന്നു കഴിഞ്ഞാൽ പിന്നെ, കാരണം ഓൾ അങ്ങനത്തോളായിപ്പോയി. ഇനിയെല്ലാം കിട്ടുന്നത് വളരെ ശ്രദ്ധിച്ചും വളരെ സൂക്ഷിച്ചും ആയിട്ടില്ലെങ്കിൽ ഇടുത്തിയല്ല ഡബിൾ തീ വീഴുന്ന അവസ്ഥയായിരിക്കും ദുനിയാവില്. അതാണ് ഇന്നത്തെ ഒരവസ്ഥ. ഞാൻ അനുമാനിച്ചു പറഞ്ഞല്ല, അനുമാനം പറഞ്ഞതല്ല. പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെയും മംഗലാപുരത്തിൻ്റെയും പെൺകുട്ടികളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ യുവാക്കളെ വേറെ എവിടെങ്കിലും പോയിട്ട് കെട്ടലായിക്ക് പറ്റുക നല്ലത്. അതാണ് അവസ്ഥ. ഒരർത്ഥത്തിൽ എങ്ങനെ തോന്നിപ്പോന്നറിയോ? ഇവർക്കൊന്നും ഉപ്പയും ഉമ്മയും ഉണ്ടാവൂലേ എന്ന് വരെ വിചാരിച്ചു പോകുന്നു അവസ്ഥ കാണുമ്പോൾ. ഉണ്ടെങ്കിൽ തന്നെ ആ ഉപ്പാക്ക് ദീനിന്റെ ആയിട്ടൊരു ബന്ധമില്ലാന്ന് തോന്നിപ്പോകും. ഉപ്പാക്ക് എന്തെങ്കിലും ഒരു ഫിക്കർ ദീനിനെ പറ്റി ഉണ്ടെങ്കിൽ ആ മോള് ഒരിക്കലും അങ്ങനെ വീട്ടിന്റെ പുറത്തേക്ക് പോകില്ല. ഉപ്പാക്ക് ദീനിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപ്പയാണെങ്കിൽ യന്ത്രാണെങ്കിൽ പോകും. രാവിലെ പൊടി പോകുന്നു, വൈകുന്നേരം വരുന്നു, തിന്നാൻ കൊടുക്കുന്നു, ഇടാൻ കൊടുക്കുന്നു, രാവിലെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ഡാഡി, ഗുഡ് മോർണിംഗ് മോളെ, പോയി. അതാണെങ്കിൽ ഇതല്ല, അതിൻ്റെ അപ്പുറത്ത് നടക്കും. ദീനിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മോൾ അങ്ങനെ പുറത്തേക്ക് പോകില്ല.
ആ ഉപ്പാക്കും ഉമ്മാക്കും ദീനിന്റെ എന്തെങ്കിലും പശർമയുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന യുവത്വത്തിന്റെ ആ വൃത്തികെട്ട സ്വഭാവം യുവാക്കളിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ഇടയ്ക്ക് ഇപ്പം പറയണേ, ഞാൻ പോയിട്ട് പറയരുത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മക്കളും നമ്മുടെ യുവാക്കളും നന്നാവേണ്ടത് എവിടെ നിന്നാണ്? പള്ളിയിലെ ക്ലാസ് കേട്ടിട്ടല്ല. പള്ളിയിലെ ക്ലാസ് അവർക്ക് ആവേശം കൊടുക്കാനുള്ളതാണ്, വീട്ടിൽ നിന്നുള്ളതാണ്. നമ്മളെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ യുവത്വത്തിന്റെ ആദ്യത്തെ ഉസ്താദ് ആരാണ്? അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ. ഉമ്മയാണ് മദ്രസ. ഉമ്മയാണ് ആ തർബീയത്ത് കൊടുക്കേണ്ടത്. ഉപ്പാക്ക് പിന്നെയും ഉത്തരവാദിത്വം കുറവാണ്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട് ഏൽപ്പിക്കപ്പെട്ടവളാണ്, അതിനെപ്പറ്റി അവളോട് ചോദിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിന്റെ വീട് മീൻസ് ഭർത്താവിന്റെ ഉപ്പാന്റെ വീടല്ല കേട്ടോ. ഭർത്താവിന്റെ ഉപ്പാന്റെ വീട് നോക്കൽ പെണ്ണിന് ഉത്തരവാദിത്വം ഇല്ല. ഭർത്താവ് അവൾക്ക് വേണ്ടി എടുത്തു കൊടുത്ത വീട് ഉമ്മയാണ്. അത്ര മോശമാണ് അവസ്ഥ. കാരണം എന്താ വെച്ചാൽ ഫറാഗത്തുൽ വഖ്ത്, ഇഷ്ടംപോലെ സമയമുണ്ട്. ക്ലാസ് കഴിഞ്ഞു, അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞു, വേറെ ഫിക്റില്ല, വേറെ ചിന്തയില്ല, വേറെ ഉത്തരവാദിത്തങ്ങളില്ല. ഒന്ന് യുവത്വത്തിന്റെ ആ പ്രസരിപ്പുണ്ട്, പിന്നെ ഫറാഗുൽ വഖ്ത് ഉണ്ട്. ഇനി വവഫറത്തുൽ മാലി ബില്ലദ്, കൈമ ഇഷ്ടം പോലെ പൈസയും കൂടി ഉണ്ടെങ്കിൽ വേറെ പറയാനില്ല. മൂന്നുമായി നല്ല ആരോഗ്യം, നല്ല സൗന്ദര്യം, ഇഷ്ടം പോലെ പൈസ, ഉത്തരവാദിത്വമൊന്നുമില്ല. ഉപ്പ ഗൾഫ് കിടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മാസം കുത്ത ഇതാണ് പരിപാടി. ഓൻ്റെ ചുറ്റും ഇഷ്ടം പോലെ ചങ്ങായിമാരുണ്ട്. കാരണം എന്താ? തുവിക്കാരൻ്റെ പോലെ ഇഷ്ടം പോലെ പൈസ ഉണ്ടോ? അല്ലേ ഒരിക്കൽ വരുമ്പോൾ ബുള്ളറ്റ്, പിന്നെ ഒരിക്കൽ വരുമ്പോൾ ആ കാറ്, പിന്നെ ഒരിക്കൽ വരുമ്പോൾ ഇപ്പം നമ്മളെ താറ്, പിന്നെ ഒരിക്കൽ വരുമ്പോൾ മറ്റേ കാറ്, ഭയങ്കര പൈസ. ഇത് മൂന്നുമുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു തക്കൂന് മുഹ്ലിക്കത്തല്ല, ആ യുവത്വം നശിക്കാൻ വേറെ എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആ നാശം. കമാ ഖാല ഖായിൽ, ഒരു ചൊല്ലിങ്ങനെയുണ്ട് അറബിയിൽ, ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജദ മുഫ്സിദത്തുൻ ലിൽ മർഇ അയ്യു മഫ്സദ. മൂന്ന് കാര്യം ഒരുമിച്ച് വന്നാൽ, ഇന്ന ശബാബ യുവത്വം, വൽ ഫറാഗ ഒഴിവ് സമയം, വൽ ജദ ഇഷ്ടം പോലെ പൈസ, ഇത് മൂന്നും വന്നാൽ മുഫ്സിദത്തുൻ ലിൽ മർഇ അയ്യു മഫ്സദ, മനുഷ്യനെ എല്ലാ തരത്തിലും അത് നശിപ്പിച്ചു കളയും. ശരിയെന്നല്ലേ? ഈ യുവത്വം കഴിഞ്ഞവർക്ക് തന്നെ ഇതാവസ്ഥയാണെങ്കിലോ വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. പൈസ ഇഷ്ടംപോലെ മാസം വന്നുകൊടുക്കുന്നുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ഓൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങള്, ഭാര്യ, മക്കള്, എത്ര മക്കള്? ഇഷ്ടം പോലെ മക്കള്. നമുക്ക് രണ്ട് പണ്ട് അണ്ണാച്ചിയോറിന്റെ ബാക്കിൽ കാണാം. ഇപ്പൊ അണ്ണാച്ചിയോർ എന്താ ഇതെന്നറിയോ? നാം ഒന്ന് നമുക്കൊന്ന്. ജൂതം പഠിപ്പിച്ചേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇന്നി മുകാസിറും ബികുമുൽ ഉമം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എനിക്ക് എൻ്റെ ഉമ്മത്തിനെ കാണിച്ചിട്ട് അഭിമാനിക്കണം. അതുകൊണ്ട് ഇഷ്ടം പോലെ മക്കൾ ഉണ്ടായിക്കോളും. അതന്നെ പണി. പെണ്ണിൻ്റെ പണി എന്താ? ഫെമിനിസ്റ്റുകൾ പിടിച്ച് ജയിലിടും പറഞ്ഞാൽ വേറെ കാര്യം. എന്നാലും പ്രസവിക്കുക, 2 വർഷം മുലി കൂട്ടുക, അത് കഴിയുമ്പോഴേക്ക് പിന്നെ അടുത്ത പ്രസവിക്കലായി, പിന്നെ 2 വർഷം മുലി കൂട്ടുക, കഴിയുമ്പോഴേക്ക് പിന്നെ അടുത്ത പ്രസവിക്കലായി. തറവാടിത്തുള്ള പെണ്ണിൻ്റെ ജോലി ഏതാണ്? ഇതൊന്നിനെ പറ്റിയിട്ട് മാപ്പിളിനോട് എനിക്ക് കയ്യിലെ 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഒഴിവ് സമയം കിട്ടണം. ഇതിനും കിട്ടൂല. ഇതാണെങ്കിൽ ഒഴിവ് സമയമില്ല, കുഞ്ഞിനെ നോക്കണം, ഭർത്താവിനെ നോക്കണം, ബാക്കി മക്കളെ നോക്കണം, വീട്ടിലെ പണിയെടുക്കണം, ഇബാദത്തിൽ തന്നെ ആ ഫിക്ർ തന്നെ ദിവസം ഇങ്ങനെ കഴിഞ്ഞോളൂ. ഓക്കെ, യൂട്യൂബ് കാണാൻ സമയമില്ല, വാട്സപ്പിൽ കിഞ്ഞിരിക്കാൻ സമയമില്ല, ഫേസ്ബുക്കിൽ വ്ളോഗ് ചെയ്യാൻ സമയമില്ല, ഒന്നും ടൈമില്ല. നല്ല പെണ്ണ് നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പൈസക്കാരിയാണ് സക്കാത്ത് കൊടുക്കുന്നു, ഭർത്താവിനെ കൃത്യമായി അനുസരിക്കുന്നു, മക്കൾക്ക് തർബീത്ത് കൊടുക്കുന്നു. മരിച്ചാൽ സ്വർഗത്തിന് 8 വാതിലുണ്ട്, ഇഷ്ടമുള്ള വാതിൽ നോക്കിയിട്ട് പോയിക്കോളൂ എന്ന് ആ പെണ്ണിനോട് പറയപ്പെടുന്നു. ഖലാസ്, അതാണ് ഏറ്റവും നല്ല പെണ്ണ്. പക്ഷെ ഇന്ന് പ്രസവിക്കാന്ന് പറഞ്ഞാൽ സുഖമില്ല. സുഖപ്രസവം ഡോക്ടർമാര് പറഞ്ഞ പെൺകുട്ടികൾ വരെ ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? വേണ്ട, സിസേറിയൻ മതിയെന്ന്. വേദനിക്കാൻ വയ്യ. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അതെല്ലാം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പറയുന്നത്. പക്ഷേ ആ വേദന അറിയാത്തതിൻ്റെ ഫലമല്ല, ദുഷ്ഫലം അത് കാണാൻ പോകുന്നത് ഈ മക്കളിലായിരിക്കും.
നമ്മളൊക്കെ ഉമ്മ പെറ്റേൻ്റെ വേദന ഉമ്മക്ക് അറിയാം. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ചിറകിൻ്റെ ഉള്ളിലാക്കിയിട്ട് പിടിച്ചു. ഇത് വേദന അറിയില്ല, ഇങ്ങനെ വിടും, ആ മക്കൾ പറക്കും. അല്ലാത്ത റസൂൽ ഒരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ, വെറുതെ പറയൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതിലെന്തോ ഹിക്മത്തുണ്ട്. അല്ലാഹു ഒരു നിയമം പാസ്സാക്കിയാൽ ഇന്ന അല്ലാഹു യഅലം വ അൻതും ലാ തഅലമൂൻ, അതെല്ലാം അറിയുന്നതാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് അല്ലാഹു നിയമം പാസ്സാക്കിയാൽ അതിന്റെ പിറകിൽ ഹിക്മത്തുണ്ട്, അത് പാലിച്ചോളൂ. അത് തെറ്റിച്ചാൽ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അള്ളാഹ്ക്ക് ഒരു മീസാൻ ഉണ്ട്. നിങ്ങൾ തെറ്റിച്ചാൽ തകിടം പറയും, കുടുംബം പോവും, ദാമ്പത്യം പോവും, എല്ലാം പോവും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഖൈർ. അദ്ദേഹം പറയാണ്, ഇനി ഈ പറഞ്ഞ 3 എണ്ണം, യുവത്വത്തിന്റെ ആ പ്രസരിപ്പുണ്ട്, ഒഴിവ് സമയം ഇഷ്ടം പോലെ ഉണ്ട്, നല്ല പൈസയുണ്ട്. അംറുൻ റാബിഅ, 4മത്തൊരു കാര്യം, വഹുവ കസ്റത്തുൽ ഫിതൻ. ഇതെല്ലാം ഉള്ളതിനോടൊപ്പം നാട് അധികരിച്ചു വരുന്ന ഫിത്നയിൽ, ഫസാദിൽ കുടുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണെങ്കിൽ, എന്ന് വെച്ചാല് ഒരു 100 കൊല്ലം മുമ്പ്, 100 വേണ്ട, നമ്മുടെ ചെറുപ്പം എത്ര വയസ്സാ, ഒരു 10, 30, 40 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന കാസർഗോഡിന്റെ ഒരു അന്തരീക്ഷത്തിൽ ഇഷ്ടംപോലെ പൈസയും ഒഴിവ് സമയവും നല്ല ചെറുപ്പവും ഉണ്ടെങ്കിലും ചിലപ്പം ഇത്രയും തെറ്റുകൾ വരൂല. കാരണം അന്ന് സിനിമ ടാക്കീസിൽ പോവാന്നെല്ലാം പറഞ്ഞ എന്താ, കുഫറാണ്, ഓൻ കാഫിറായി സിനിമ ടാക്കീസിൽ പോയി. ചില ദുബൈക്കാരുണ്ടല്ലോ, ദുബൈക്കാരൻ മക്കളെ കൂട്ടിട്ട് പോകുമല്ലോ, ആൾക്കാർ ഉപ്പ പറയും കാഫിർ സിനിമ ടാക്കീസിൽ പോകുന്നവനാണ്. അത്ര പൂക്കാണ്. ഇന്ന് മോളെ ഞാൻ ചൊടിക്കത്തെ കുളിച്ച് മാറ്റി നിന്നോട്ടാ, അങ്ങനെ ഇവൻ ബുള്ളറ്റ് എടുത്തിട്ട് വന്നു, അങ്ങനെ ഇവളൊരു ജീൻസ് പാൻറ്റും ഇതൊക്കെ ഇട്ടിട്ട് ബുള്ളറ്റ് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ മുടിയെല്ലാം പറപ്പിച്ചിട്ട് നേരെ സിനിമക്ക് കോഴിക്കോട് പോയിട്ട് നോക്കി നോക്കിയേ, അള്ളാഹു കാക്കട്ടെ. സിനിമ വിട്ടാൽ ഇറങ്ങി വരുന്നത് മഫ്ത ചുറ്റിയ നല്ല സൂപ്പർ പുറത്ത് ധരിച്ച സുന്ദരികളായ മുസ്ലിം യുവതികൾ. സിനിമ ടാക്കീസ് പച്ചക്കിറങ്ങി വരുന്നു, ആർക്കും ഒരു പ്രശ്നമില്ല. ആകെ ഏതെങ്കിലും മൗലാന ഒളിച്ചും പാത്തും പൊതുങ്ങിയും ടാക്കീസ് പോയാൽ പിന്നെ ഓൻ തന്നെ ഏറ്റവും വലിയ തെറ്റുകാരൻ. ഇത് കുടുംബസമേതം എല്ലാം പോയിട്ടും ആർക്കൊരു വിഷയമില്ല. അള്ളാഹു കാക്കട്ടെ. എന്ന് പറഞ്ഞാൽ കസറത്തുൽ ഫിതൻ, സാഹചര്യവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ആരെങ്കിലും വെറുക്കപ്പെട്ട ഒരു സംഗതി കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദിഹി. എന്താ അർത്ഥം? തടയണമെന്നല്ല, നമ്മൾ അർത്ഥം വെച്ചപ്പോൾ മാറിപ്പോയി. ഗയ്യറ യുഗയ്യിറു തഗ്യീർ, മാറ്റം വരുത്തട്ടെ. മാഹൗല് മാറ്റുക. എത്ര തടഞ്ഞാലും അതേ മാഹൗലാണെങ്കിൽ ആ തെറ്റ് പിന്നെയും ചെയ്യും. മാഹൗല് മാറ്റുക. വ്യഭിചരിച്ച ഒരാള്, അല്ലാഹുൽ മുസ്തആൻ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരുത്തൻ വ്യഭിചരിച്ചാൽ എന്താണ് ശിക്ഷ? കൊല്ലണ്ട, അടി, 100 അടിയും 1 കൊല്ലം നാട് കടത്തലും. എന്തിനാ നാട് കടത്തുന്നത്? അവസ്ഥ മാറ്റാൻ, മാഹൗല് മാറ്റാൻ. അടി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടു, പിന്നെയോ ആ പഠിക്കുന്നോ പോവും. നല്ല അവസ്ഥയുള്ള നാട്ടിലേക്ക്, മാഹൗലിലേക്ക് മാറ്റി 1 കൊല്ലം അവിടെ പാർപ്പിച്ചാൽ ഖൽബിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നന്നായി തിരിച്ചു വരും. അതിനോടിട്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, നിസ്കരിക്കാത്ത ഒരാൾ, മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾ ഇസ്ലാമിക ശരീഅത്തിൽ അയാളുടെ ഹുക്ം എന്താ? കാഫിർ. മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫർ. നാട്ടിൽ ഒരുത്തൻ അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം അവനെ ഉപദേശിക്കണം, നസീഹത്ത്, ഖാദി. എന്നിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ അവനെ നാട് കടത്തണം. കാരണം അവസ്ഥ അവിടുത്തെ ആ മാഹോല് അങ്ങനെ അതുകൊണ്ടാവും നിസ്കരിക്കാത്ത. അത് മാറ്റണം. നമ്മളെ മക്കളൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ മംഗലാപുരത്തൊക്കെ അത് ശ്രദ്ധിക്കണം. ആ ഹോസ്റ്റൽ എങ്ങനെയാണോ അങ്ങനെ മക്കളാവും. മാറ്റുന്നതാണെങ്കിൽ മാറ്റണം. എന്നിട്ടും ആകുന്നില്ലെങ്കിലോ, നാട് കടത്തിയിട്ട് പിന്നെയും വന്നിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിലോ, അവൻ്റെ പെരടി വെട്ടിയിട്ട് കൊല്ലണം നിസ്കരിക്കാത്തവനെ. അങ്ങനെ കാസർഗോഡ് എത്ര തല എങ്ങനെ പോകുന്നത് അല്ലേ? സത്യല്ലേ? അതിനെ ഗൗരവം അറിയണോ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹിനോട് ഒരു പെണ്ണുങ്ങൾ ഫത്വ ചോദിക്കാണ്, എൻ്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നിസ്കരിക്കുന്നില്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കേൾക്കുന്നില്ല, രാത്രിയാകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ സമ്മതിക്കലുമില്ല, അപ്പം എനിക്ക് കുറ്റം കിട്ടുമോ? ആ പെണ്ണ് നല്ല പെണ്ണ്, കാരണം എന്താ വെച്ചാൽ അവൾ ഭർത്താവിൻ്റെ ഹക്കാണത്, അത് ഞാൻ സമ്മതിക്കൂല, അത് ഞാൻ കുറ്റക്കാരിയാവൻ.
ഇബ്നു ബാസ് റഹിമഹുല്ലാഹിന്റെ ഫത്വ എന്താ അറിയോ? നീ കുറ്റക്കാരിയാകില്ല എന്നതല്ല, നീയും അയാളും തമ്മിലുള്ള വിവാഹബന്ധം വേർപെട്ടിരിക്കുന്നു. നേരത്തെ അയാൾ കാഫിറാണ്, നീ മുസ്ലിമത്താണ്. എന്തുകൊണ്ട് കാഫിറാണ്? അയാൾ നിസ്കാരം ഒഴിവാക്കുന്ന ആളാണ്. അത്ര ഗൗരവമുണ്ട് നിസ്കാരത്തിന്. അസ്സലാത്തു ഇമാദുദ്ദീൻ. അപ്പൊ അന്നത്തെ ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ഇന്ന് കസ്റത്തുൽ ഫിത്നായി, എങ്ങോട്ട് തിരിഞ്ഞാലും ഫിത്ന. ഇന്ന് നല്ല യുവാവ്, നല്ല പൈസ, ഒഴിവ് സമയം, അതിനോടൊപ്പം ഈ ഫിത്നയുമുള്ള സ്ഥിതിക്ക് അവസ്ഥ വളരെ മോശമായിരിക്കും. മാത്രമല്ല ഫിത്നകളുടെ കണക്ഷൻ അധികവും ആരുമായിട്ടായിരിക്കും? തെറ്റുകളുടെ കണക്ഷൻ എപ്പോഴും യുവാക്കളായിട്ടല്ലേ. വയസ്സന്മാർ അങ്ങനെ തെറ്റിലേക്ക് പോവോ? ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പം പറയാം, ഇപ്പൊ 58 വയസ്സുള്ള ഒരുത്തനെയാണ് വീഡിയോ കോളിന് പിടിച്ചത്. അല്ലാഹു കാക്കട്ടെ, 58 വയസ്സിനാണ് 60ആയി. അത്ര ഫിത്ന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദുനിയാവ്, എങ്ങോട്ട് തിരിഞ്ഞാലും. പക്ഷെ എന്നാലും യുവാക്കളാണ് ആ ഫിത്നകളുടെ അടുപ്പം യുവാക്കളുമായിട്ടാണ്. വകസ്റത്തു അബ്വാബിഹ, യുവാക്കളിലാണ് അധികവും അതിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുക. അതുകൊണ്ട് തന്നെ അത് യുവത്വത്തെ നശിപ്പിക്കാൻ കാരണമാകും. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നമൽ ഖൈറു ഫിശ്ശബാബ്. അതുകൊണ്ട് യുവാക്കളെ, ജീവിതത്തിലെ ഏറ്റവും നല്ല അവസ്ഥ യുവത്വമാണ്. നന്മയുടെ വഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചോളൂ, പിന്നീട് അതിൻ്റെ മധുരം ആസ്വദിക്കാം. ഇന്ന് ആ പണത്തിലും പെരുപ്പത്തിലും യുവത്വത്തിലും തിരിച്ചുവിട്ടാൽ പിന്നീട് ഒരുപാട് ഖേദിക്കേണ്ടി വരും. ഖേദിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവും. കഴിഞ്ഞു പോയല്ലോ, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരുന്നു എന്ന് ആശിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും. അൽ വസിയ്യത്തു റാബിഅ, നാലാമത്തെ ഉപദേശം. ومن وصايا السلف رحمهم الله للشباب ما جاء عن زيد بن أبي الزرقاء رحمه الله പറഞ്ഞ ഒരു വാക്കാണ്. അദ്ദേഹം പറയാണ്, خرج سفيان الثوري റഹ്മഹുല്ലാഹ് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക. വനഹനു അലാ ബാബി, നമ്മൾ കുറെ ചെറുപ്പക്കാര് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ വാതിൽക്കൽ നിൽപ്പുണ്ട്. അത് വേറൊരു പാടാണ്. എന്ന് വെച്ചാല് അന്നത്തെ യുവാക്കൾക്ക് സുഹ്ബത്തുൽ ഉലമ ഭയങ്കരമായിരുന്നു. ആലിമുകളുമായിട്ടുള്ള സഹവാസം അത് ഇന്ന് കുറഞ്ഞുപോയി. അത് ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ ആലിമീങ്ങളുടെ കൂടെ, ആലിമീൻസ് ക്ലാസ് എടുക്കുന്ന ആളാ, അതിലെത്തിരിക്കണ്ട. ഖുർആനും ഹദീസും അറിയാവുന്ന ഉലമാക്കളുടെ സുഹബത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവരുടെ കൂടെ കൂടണം. കാരണം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണം ചാരിയാൽ ചാണം മണക്കും. ഇന്നത്തെ പണ്ഡിതനെ ചാരിയാൽ എന്ത് മണക്കും? അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അദ്ദേഹം ഇറങ്ങി വരുമ്പം വാതിൽക്കൽ നമ്മൾ നിൽപ്പുണ്ട്. ഫഖാല, നമ്മളെ കണ്ടപ്പം സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, ഏ യുവാക്കളെ, തഅജ്ജലു, നിങ്ങൾ ധൃതിയായിക്കോളിൻ, ബറകത ഹാദൽ ഇൽമി, ഈ ഇൽമിന്റെ ബർക്കത്തിന് വേണ്ടി, അഥവാ ഇൽമ് നേടുന്ന വിഷയത്തിൽ യുവത്വത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളിൻ. കാരണം ഫഇന്നകും ലാ തദ്റൂൻ, നിങ്ങൾക്കറിയില്ല, ലഅല്ലകും ലാ തബ്ലുഗൂന മാ തുഅമ്മിലൂന മിൻ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ എത്താൻ സാധിക്കാത്തൊരവസ്ഥ നിങ്ങൾക്ക് വന്നേക്കാം. അതിനു മുമ്പ് യുവത്വത്തെ നിങ്ങൾ ഉപയോഗിച്ച് അവിടെ എത്തിക്കോളിൻ. ലിയുഫിദു ബഅദുകും ബഅദ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപകാരമുള്ളവരായിക്കോട്ടെ. 2-3 പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഒന്ന്, തഅജ്ജലു, ദീനിന്റെ കാര്യത്തിൽ ധൃതി കാണിച്ചോളിൻ. അതിൽ താമസിപ്പിക്കുന്ന പരിപാടി നിൽക്കണ്ട. കല്യാണം കഴിക്കാനൊക്കെ പെട്ടെന്ന് ധൃതി കാണിച്ചോളി. കാരണം ഈ കാലത്തിന് അത് ആവശ്യമാണ്. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഈ കിതാബ് എഴുതിയ ആള് മദീനത്തുൽ മാസന്ന് ഓർക്കണക്കിന് ശിഷ്യന്മാരിയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, കല്യാണം കഴിക്കാത്തവരൊന്ന് കൈപൊക്കിയെ. സദസ്സിലെ ഭൂരിപക്ഷം ചെറുപ്പക്കാരും കൈപൊക്കി. അദ്ദേഹം സദസ്സിൽ നിന്ന് കരഞ്ഞു, നിങ്ങൾ എന്താ താമസിപ്പിക്കുന്നത്? കാരണം ജീവിതത്തിൻ്റെ 2/3 ഭാഗം ക്ലിയർ ആവും കല്യാണം കഴിച്ചാൽ. ഫല്ലത്തഖില്ലാഹ ഫി സുലുസിൽ ബാക്കി, ബാക്കി ശ്രദ്ധിച്ചാൽ മതി. അത് ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്യണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തഅജ്ജലു, നിങ്ങൾ ധൃതിയാക്കണം.
കാരണം എന്ന് വെച്ചാൽ ഫഇന്നകും ലാ തദ്റൂൻ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് അറിയില്ല. ഒരുപാട് കാര്യം ആഗ്രഹിക്കുന്നുണ്ടാവും, ആ ആഗ്രഹങ്ങളിൽ എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കാത്തൊരവസ്ഥ ജീവിതത്തിൽ വരും, അത് ഉറപ്പാണ്. അത് വാർദ്ധക്യത്തിലേക്കുള്ള സൂചനയാണ്. മനസ്സ് കൊതിക്കും, ശരീരം അവിടെ എത്തൂല. അതുകൊണ്ട് മനസ്സ് കൊതിക്കുന്നതിന് മുമ്പേ ശരീരം എത്തുന്ന യുവത്വത്തിന് തഅജ്ജലു, നിങ്ങൾ ധൃതിയാക്കി ഇൽമ് നേടാനുള്ള ഒരു 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 ഏറ്റവും നല്ല അവസരമായിട്ട് യുവത്വത്തെ കണ്ടോളി. ഇൽമ് മീൻസ് ദുനിയാവിന്റെ ഇൽമല്ല, ദുനിയാവിന്റെ ഇൽമല്ല ഉദ്ദേശിക്കുന്നത്. ദുനിയാവിന്റെ ഇൽമ് പഠിക്കേണ്ടതെന്നല്ല, കേട്ടോളി. ഇൻതഹിസു ഫുർസത ശബാബികും വഗ്തനിമുഹാ ലിതുഹസ്സിലുൽ ഇൽമ, നിങ്ങളുടെ യുവാവ് എന്ന ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി ഇൽമ് നേടിയെടുക്കാനുള്ള അവസരമായി കണ്ടോളി. لأن الإنسان إذا كبر لا يكون عنده من النشاط والذاكرة والقدرة على الاستذكار مثل ما وهو في مرحلة شبابه. വയസ്സായി കഴിഞ്ഞാൽ യുവത്വത്തിലുണ്ടായ പോലെ ഉന്മേഷവും പിന്നെ ഉഷാറുണ്ടാവൂല, ഓർമ്മശക്തി ഉണ്ടാവൂല, ഓർത്തെടുക്കാനുള്ള കഴിവുണ്ടാവൂല. യുവത്വത്തിലുണ്ടായ പ്രസരിപ്പൊന്നും വയസ്സായി കഴിയുമ്പോൾ ഉണ്ടാവൂല. യുവത്വത്തിൽ നേടിയെടുക്കേണ്ടിയിരുന്നത് ആ സമയമായാൽ നമുക്ക് എന്ത് ചെയ്യില്ല, അധ്വാനിച്ചാലും ചിലപ്പോൾ കിട്ടി എന്ന് വരൂല. മാത്രമല്ല ഇദാഫത്തൻ ഇലാ മാ യക്തനിഫുഹു മിൻ മസ്ഊലിയാത്തിൻ വഅഅമാലിൻ വമശാഗില വമസാലിഹ് എന്ന് പറഞ്ഞിട്ട് ആ യുവാവായിരിക്കുന്ന സമയം ഇൽമിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ ആ മുൻഗാമികളൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന കാരണം പറഞ്ഞ് ദുനിയാവിന് വേണ്ടിയിട്ടുള്ള പണി നിർത്താനും പറയുന്നില്ല. അതും എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളത് എന്താണോ ആവശ്യം അതിൻ്റെ ജോലിയുമായി ആ ഉത്തരവാദിത്വവുമായിട്ട് ബന്ധപ്പെടുകയും വേണം. കാരണം ഫഇന്ന മർഹലത ശബാബി തൻഖദി സരിഅൻ, യുവത്വത്തിൻ്റെ ആ ഒരു ടൈം പെട്ടെന്ന് തീർന്നു പോകും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, മാ ശബ്ബഹ്തു ശാബ്ബ ഇല്ലാ ബിശൈഇൻ കാന ഫീ കുമ്മി ഫസഖത്, യുവത്വത്തിന്റെ ആ ഒരു ടൈമിനെ ഞാൻ ആകെ കാണുന്നത് എൻ്റെ ഉള്ളം കയ്യിലുണ്ടായ ഒരു സാധനം പോലെ മാത്രമാണ്. എൻ്റെ കുപ്പായക്കയ്യിൽ, കുമ്മെന്ന് പറഞ്ഞാൽ ഈ കുപ്പായക്കയ്യാണ്, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പിടിച്ചതാണ്, പക്ഷെ വീണുപോയി. അത്രയുള്ള യുവത്വം. ജീവിതത്തിൽ കൈമ പിടിച്ച സാധനം പെട്ടെന്ന് കൈമന്ന് വീണു പോയതുപോലെ യുവത്വം പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അതിനു മുമ്പ് ആ യുവത്വത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, ആരാണ് നമ്മുടെ മാർഗത്തിൽ പണിയെടുക്കുക, അധ്വാനിക്കുക, അവന് ഞാൻ വഴി കാണിച്ചു കൊടുക്കും. ആ ഒരു അധ്വാനത്തിന് പറ്റിയ ടൈം യുവത്വത്തിൻ്റെ സമയമാണ്. വയസ്സായാൽ ആഗ്രഹങ്ങൾ വരും, പഠിക്കണം, ഹിഫ്ളാക്കണം, കിതാബൊന്ന് പഠിക്കണം, അങ്ങനെ പഠിക്കണം, ഇങ്ങനെ ചെയ്യണം, ആഗ്രഹം വരും, സ്വാഭാവികമാണ്. പക്ഷെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂല. അതാണ് പൊതുവെയുള്ള പ്രകൃതിയുടെ ഒരു അവസ്ഥ. അതുകൊണ്ട് തഅജ്ജലു, എത്രയും പെട്ടെന്ന് നിങ്ങൾ നേരെയായിക്കോണേ. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അൽ വസിയ്യത്തുൽ ഖാമിസ, അഞ്ചാമത്തെ വസിയ്യത്ത്. ومن وصايا السلف رحمهم الله للشباب ما ورد عن الحسن البصري رحمه الله. ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹി തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാക്കാണ്. അദ്ദേഹം കസീറൻ മാ കാന യഖൂൽ, അധികവും പറയാറുണ്ടായിരുന്നു, യാ മഅ്ശറ ശബാബ്, യേ യുവാക്കളെ, അലൈക്കും ബിൽ ആഖിറതി ഫത്ലുബൂഹാ, യുവാക്കളെ നിങ്ങൾ ആഖിറത്തിന്റെ ചിന്ത ഉള്ളവരായിക്കോളിൻ. ഫത്ലുബൂഹ, ആഖിറം നേടാനുള്ള വഴി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളിൻ. ഫകസീറൻ റഅയ്ന, അദ്ദേഹം പറയാം, ഒരുപാട് പേര് നാം കണ്ടിട്ടുണ്ട്, മൻ തലബൽ ആഖിറത ഫഅദ്റകഹാ മഅദ് ദുനിയ, ആഖിറം ലക്ഷ്യമാക്കി ആഖിറത്തിന് വേണ്ടി പണിയെടുത്ത അധികമാണ് നമ്മൾ കണ്ടത്. ആഖിറം അവർക്ക് കിട്ടി ദുനിയാവിനോടൊപ്പം. ആഖിറം ലക്ഷ്യമാക്കിയപ്പോൾ ദുനിയാവ് എന്ത് ചെയ്തു? അള്ളാഹു കൊടുത്തു. അതേസമയം വമാ റഅയ്നാ അഹദൻ തലബദ് ദുനിയ ഫഅദ്റകൽ ആഖിറത മഅദ് ദുനിയ, ദുനിയാവിന്റെ പിറകിൽ നെട്ടോട്ടം ഓടിയിട്ട് അവന് ദുനിയാവിനോടൊപ്പം ആഖിറം കിട്ടിയതായി നമ്മൾ കണ്ടിട്ടേയില്ല. വ്യത്യാസം മനസ്സിലായോ? ആഖിറം ഹമ്മാക്കുക. വഹാദാ തംബീഹുൻ അദീമുൻ ജിദ്ദൻ മിനൽ ഇമാമിൽ ഹസനിൽ ബസ്രി റഹ്മഹുല്ലാഹ്. ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് നിന്നും വളരെ ഉയർന്ന ഒരു ഉണർത്തനാണിത്. ലിശാബി, യുവാക്കൾക്ക്, ബി അൻ യജഅല ഹമ്മഹു അൽ ആഖിറ, അവനവന്റെ ഹമ്മ് ആഖിറമാക്കി മാറ്റണം.
സദാ നേരത്തുള്ള ചിന്തക്കാണ് ഹമ്മ് എന്ന് പറയുക. അത് കരസ്ഥമാക്കാൻ ആവശ്യമുള്ള വഴികളുമായിട്ട് അവൻ ബന്ധപ്പെടണം. അവന്റെ റബ്ബുമായിട്ട് അവനെ അടുപ്പിക്കുന്ന കാര്യങ്ങളിൽ അവന്റെ സമയം അവൻ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്താൽ അള്ളാഹു അവൻ ദുനിയാവും എന്ത് ചെയ്യും, അവനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിട്ട് കൊടുക്കും. അതെങ്കിലും ആഖിറം ലക്ഷ്യമാക്കിയാൽ ആ ലക്ഷ്യമാക്കിയതിന്റെ പേരിൽ അയാൾക്ക് ദുനിയാവ് കിട്ടാത്തൊരവസ്ഥ അള്ളാഹു ആക്കൂല. കാരണം എന്താ അറിയോ, അത് അവന്റെ നീതിക്കെതിരാണ്. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആഖിറം തേടണം. നന്ദിയോടുകൂടി അവന്റെ അധ്വാനം സ്മരിക്കപ്പെടുന്നു പറഞ്ഞാൽ ദുനിയാവിനും ഖൈറുണ്ട്, ആഖിറത്തിനും ഖൈറുണ്ട്. ആഖിറവും കിട്ടും, ദുനിയാവും കിട്ടും, ചിന്ത ആഖിറമാക്കിയ. പക്ഷേ ആഖിറം ഫിക്റാക്കണം, ചിന്തയാക്കണം, അതിനു വേണ്ടി പണിയെടുക്കണം, അതിനു വേണ്ടി സമയം കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് വലാ യുഫ്ഹമു മിമ്മാ തഖദ്ദം, ഇപ്പറഞ്ഞ കാര്യം കൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. എങ്ങനെ? അന്നൽ ഇൻസാന യത്റുകു തഹ്സീല മാ യുഖീമു ദുനിയാഹു വറിസ്ഖഹു വമസ്കനഹു വമൽബസ. വെറും ആഖിറം മാത്രം മതി സൂഫികൾ പറയും പോലെ. അതിന് അങ്ങനെയല്ല. അവന്റെ റിസ്ഖ്, അവന്റെ വീട്, അവന്റെ വസ്ത്രം, ഇതൊക്കെ കണ്ടെത്താനുള്ള ഒരു ജീവിത വഴിയും അതിനോടൊപ്പം അവന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. വയബ്ഖി ആലതൻ അലൽ ആഖിരീൻ, മാത്രമല്ല മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ദുനിയാവ് കൈമലുണ്ടായിരിക്കും. ഇനി ആ ദുനിയാവ് അവന്റെ കൈമല് അവൻ പ്രതീക്ഷിച്ചതിനേക്കാളും അധികം വന്നെത്തിയാലും ശരി, കുഴപ്പമില്ല. അങ്ങനെ ഹമ്മ ആഖിറമാണ്, പണിയെടുക്കുന്ന ആഖിറത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് ദുനിയാവിന്റെ കാര്യം കളയൊന്നും വേണ്ട. ജോലിക്ക് പോവാം, ജോലി ചെയ്യാം, കഷ്ടപ്പെടാം, സമയം ചെലവഴിക്കാം. ഇനി ഒരു പക്ഷേ ദുനിയാവ് ഇഷ്ടം പോലെ കയ്യിൽ വന്നു എന്നാലും പ്രശ്നമില്ല, ആഖിറത്തിന്റെ ഹമ്മ് വിടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ വലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ, നമ്മുടെ ഏറ്റവും വലിയ ചിന്ത നീ ദുനിയാവാക്കല്ലേ റബ്ബേ. വലാ മബ്ലഗ ഇൽമിനാ, നമ്മുടെ അറിവിന്റെ ഒരു പരിധി നീ ദുനിയാവാക്കല്ല. അതിനപ്പുറത്ത് ഏറ്റവും വലിയ ചിന്തയും നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രയത്നവും നീ ആഖിറത്തിന് വേണ്ടിയാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. എന്നാലോ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണേ വയസ്സുള്ളവര്. وقال صلى الله عليه وسلم أيضا إنك انتظر ورثتك أغنياء خير من أن تذرهم عانة يكتففون الناس. നിങ്ങൾ നിങ്ങളുടെ അനന്തരാവകാശികളെ ദുനിയാവ് കൈമലുള്ള പണമുള്ളവരായി ഒഴിവാക്കി പോവലാണ് നിങ്ങൾക്ക് ശേഷം ആളുകളോട് യാചിക്കുന്ന അവസ്ഥയിൽ അവരെ വിട്ടു പോകുന്നതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞാൽ ദുനിയാവ് ഉണ്ടാക്കുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയാണ്. ദുനിയാവ് ഉണ്ടാക്കലും കഷ്ടപ്പെടലും കച്ചവടം ചെയ്യലൊന്നും ആക്ഷേപികഹാരമായ സംഗതിയല്ല, ആക്ഷേപിക്കപ്പെട്ടതുമല്ല. നമ്മളെ അനന്തരഭാഷയുള്ള കൈമല് ദുനിയാവിലുള്ള അവസ്ഥകളൊക്കെ നന്നാക്കി കൊടുത്തിട്ട് പോവലാണ് നമുക്ക് ഖൈർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഉപ്പാനെ പറ്റി മക്കൾക്കും നാട്ടുകാർക്കും നല്ലത് പറയാനുള്ള അടയാളങ്ങൾ ബാക്കി വെക്കാൻ സാധിക്കണം. നമ്മളുടെ ഒരു ഉത്തരവാദിത്ത കുറവ് കൊണ്ട് ഒന്നും ആക്കി വെച്ചില്ല, ഒന്നും ആക്കിയിട്ട് ആ മക്കൾക്കൊന്നും കൊടുത്തില്ല. ഖദർ ഒരു ഭാഗത്തുണ്ട്, പക്ഷെ നമ്മുടേതായ പരിശ്രമം മറുഭാഗത്തുണ്ട്, അത് നമ്മൾ ചെയ്തില്ല. അങ്ങനെ മരിച്ചതിന് ശേഷം ആക്ഷേപിക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് വളരെ മോശം, അത് ശരിയല്ല. നമ്മളെ അനന്തരാവകാശികൾ മറ്റുള്ളവരിലേക്ക് ആവശ്യക്കാരാവാത്ത തരത്തിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ആക്കി വെച്ചാൽ അതെന്താണ്? ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഫമൻ ജഅല ഹമ്മഹു വൽ ആഖിറ, ആരെങ്കിലും അവന്റെ ചിന്ത ആഖിറമാക്കിയാൽ ജമഅ അല്ലാഹു ശംലഹു, ചിതറിക്കിടക്കുന്ന അവന്റെ റിസ്ക് അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. വഅതതുഹു ദുനിയ വഹിയ റാഗിമ, ദുനിയാവ് വളരെ നിന്യമായി നിസ്സാരമായി അവന്റെ കാൽക്കൽ വരും. ലാകിൻ മൻ ജഅല ഹമ്മഹു അദ്ദുനിയ, ഒരാൾ ദുനിയാവ് മാത്രം ഫിക്റാക്കി ആഖിറത്തിന്റെ ചിന്തയില്ല, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, ദാരിദ്ര്യം അള്ളാഹു അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലാക്കും. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കതബഹു അല്ലാഹു ലഹു, അള്ളാഹ് എന്താണോ അവന് ദുനിയാവ് എഴുതിയത് അതല്ലാണ്ട് അവന് കിട്ടില്ല. അതുകൊണ്ട് ഫിക്ർ യുവാക്കളെ ഇപ്പോഴേ ആഖിറമായിരിക്കണം. ആഖിറം നേടിയെടുക്കാനുള്ള വഴികൾ അന്വേഷിക്കണം. അതിൽപ്പെട്ടതാണ് ഇൽമ്, ഇബാദത്തിലുള്ള ജാഗ്രത, അതേപോലെ തന്നെ അമലോട് കാണിക്കുന്ന കൂറ്, ദീനിൻ്റെ ദഅവ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, ഇതൊക്കെ ആഖിറം സുഗമമാക്കാനുള്ള വഴികളിൽപ്പെട്ടതാണ്.
അതോടൊപ്പം എന്ത് ചെയ്യണം? ദുനിയാവിന് ജോലിയും വേണം, അതിനും കഷ്ടപ്പെടണം, അതിനും അധ്വാനിക്കണം. ഫിക്ർ ദുനിയാവരുത്, ആഖിറമാവണം. ആഖിറം ഫിക്റാക്കിയാൽ ചിതറിക്കിടക്കുന്ന റിസ്ക് അള്ളാഹു പെട്ടെന്ന് മുമ്പിൽ എത്തിച്ചേരും. കാരണം അതിന് കുറേ സമയം കൊടുക്കാതെ ആഖിറത്തിന് അധിക സമയം കൊടുക്കാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കി തരും. ഫിക്ർ ദുനിയാവ് മാത്രമാക്കിയാൽ മുമ്പിലുള്ളതിന് അള്ളാഹു പരത്തിക്കളയും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലോടും, പിന്നെ ആഖിറത്തിന് കൊടുക്കാൻ സമയം കിട്ടൂല, അങ്ങനെ തന്നെ തീരും. ദാരിദ്ര്യം മാറിയിട്ടുമില്ല, എന്നാൽ ഓടടാ ഓട്ടമായിരുന്നു. അങ്ങനത്തെ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? ഓട്ടത്തോടെ ഓട്ടം. പുറമെ കാണാൻ നമുക്ക് എന്താ തോന്നുക? മാഷാ അല്ലാഹ് ഭയങ്കര ബിസിനസ്സുകാർ. രാവിലെ ദുബായിൽ, ഉച്ചയ്ക്ക് ജപ്പാനിൽ, വൈകുന്നേരം നോക്കുമ്പോൾ ഇന്ത്യയിലുണ്ട്, രാത്രി നോക്കുമ്പോൾ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പറയില്ലേ എന്തൊരു മനുഷ്യനാണ്. ജഅല ഫഖറഹു ബൈന ഐനൈ, ഓൻ്റെ ദാരിദ്ര്യം കണ്ണിൻ്റെ ഇടയിലുണ്ടാവും. ഓൻ്റെ എത്ര ടെൻഷൻ ദുനിയാവിൽ വേറെ ആർക്കും ഉണ്ടാവില്ല. ഓൻ്റെ എത്ര ടെൻഷൻ ദുനിയാവിൽ ഒരുത്തനുണ്ടാവില്ല. ഉറക്കം വരാൻ ഗുളിക കഴിക്കേണ്ടി വരും, നല്ല ഇഞ്ചക്ഷൻ കയറ്റേണ്ടി വരും. ഫിക്ർ മൊത്തം ദുനിയാവ്. അള്ളാഹു പരത്തും, ഓടി അങ്ങോട്ടോടി പിടിക്കാൻ, അങ്ങോട്ടോടി. അവസാനം വന്ന് നോക്കുമ്പോൾ കയ്യിൽ ഒന്നുമില്ല. അതേസമയത്ത് ആഖിറം ഫിക്റാക്കിയാൽ ചെതറിക്കെടുക്കുന്നതിന് അള്ളാഹു എന്ത് ചെയ്യും? പെട്ടെന്ന് മുമ്പ് കൊണ്ടുതരും. പെട്ടെന്ന് പണി കഴിയും. ബാക്കി ഇഷ്ടം പോലെ നിസ്കരിക്കാൻ സമയം, തറാവീഹിന് സമയം. തറാവീഹിന് എന്താ നമുക്ക് സമയം കിട്ടാത്തത് അറിയാം? തറാവീ ആദ്യം ഉണ്ടായ ആവേശം ഇപ്പം കാണുന്നില്ലല്ലോ. ഇവിടെ അല്ല കേട്ടോ, ഈ പള്ളിയിലല്ലേ, ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ്. ഇല്ല, കുറഞ്ഞു. ഈമാനൻ വഹ്തിസാബൻ. ഇന്നലെ ഒരു പള്ളിയിൽ നിന്ന് ഇമാമിനെ പിരിച്ചുവിട്ടു. ഇന്നലെ ഒരു സെൽഫി പള്ളിയിൽ. കാരണം എന്താ അറിയോ? ഇമാമ് തറാവീഹ് നീട്ടി നിസ്കരിക്കുന്നു. തറാവീഹ് നീട്ടി നിസ്കരിക്കുന്നു. സെക്രട്ടറി ചൂടായി. ഇമാം പറഞ്ഞു സുന്നത്ത് അനുസരിച്ച് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇമാമിൻ്റെ അടുത്തും തെറ്റുണ്ട്. മുമ്മിങ്ങൾ കറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? കുറക്കണം, അത് വേറെ കാര്യം. പക്ഷേ ഇവർ പറഞ്ഞു പറ്റില്ല, നീട്ടണം. ഇമാം എന്താക്കി? മഗ്‌രിബ് നിസ്കാരം നീട്ടിയിട്ട് കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ സ്പീഡാക്കിയിട്ട് കാണിച്ചു കൊടുത്ത്. ഓൻ ചെയ്ത് തെറ്റ്. പടപട അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെ തീർത്തു. കമ്മിറ്റിക്കാർ പറഞ്ഞു നാളെ തൊട്ട് നിങ്ങൾ ആവശ്യമില്ല, നിങ്ങൾ പോയിക്കോളി. യഥാർത്ഥത്തിൽ രണ്ട് ഭാഗത്തും തെറ്റുണ്ട്. ഒന്ന്, ഇമാമ് കുരുത്തക്കേട് കാണിച്ചു. രണ്ട്, കമ്മിറ്റിക്കാർ അങ്ങനെ നിസ്കാരം കുറക്കണമെന്ന് പറയൽ ഒരു നല്ല പറച്ചിലല്ല. കാരണം അമൽ ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ടവരല്ലേ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ. പള്ളിയുടെ ആളുകൾ, കമ്മിറ്റിക്കാർ മീൻസ് പള്ളിയുടെ ആളുകൾ. ബാങ്കിൻ്റെ കമ്മിറ്റി ഒന്നുമില്ലല്ലോ, പള്ളിയുടെ കമ്മിറ്റിയല്ലേ. പള്ളിയുടെ ആളുകൾ ഇബാദത്ത് വർദ്ധിപ്പിക്കാനും അധികരിപ്പിക്കാനും സ്വയം ചെയ്ത് മറ്റുള്ളവരെ പ്രേരിപ്പിക്കേണ്ട ആളുകൾ. അതാണ് ഇഹ്തിസാബ്. ഇനി അങ്ങോട്ട് റമദാന്റെ പകുതിയായി. റമദാന്റെ പകുതിയായി. ഇനി കൂടിയാ 14 അല്ലെങ്കിൽ 15 നോമ്പുള്ളൂ. അവസാനത്തെ 10 വരാൻ പോവാൻ. ഇനി അങ്ങോട്ട് തറാവീഹിന്റെ നീളം കൂടണം, പള്ളിയിലുള്ള സജീവത കൂടണം, നമ്മളുടെ ഖുർആൻ ഓത്ത് വർദ്ധിക്കണം, ദുആ വർദ്ധിക്കണം. എല്ലാം കൂടി പോകുന്ന ടൈമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ റമദാനിന്റെ ആദ്യ ദിവസങ്ങളിൽ ഓതിയ പോലെ ഇപ്പം ഖുർആൻ ഓതുന്നുണ്ട്. അശ്രദ്ധ വരാൻ തുടങ്ങി. ആദ്യമൊക്കെ റമദാനിന് മൊബൈൽ എടുത്തിട്ടേ ഇല്ല, യൂട്യൂബും ഫേസ്ബുക്കും തുറക്കലേ ഇല്ല. ഏകദേശം ഒരാഴ്ചയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എന്താക്കി? ന്യൂസ് കേൾക്കാന്ന് പറഞ്ഞിട്ട് എടുത്തു. ഇലക്ഷൻ നടക്കുകയല്ലേ, അറിയണമല്ലോ. ഇപ്പം പിന്നെ സുരാജ് വന്നാറമോട് എന്താ പറയുക, ഫ്ലവേഴ്സ് TV ഒക്കെ കാണാൻ തുടങ്ങി. ട്രെയിനിൽ കാണാം, ട്രെയിനിൽ യാത്ര ചെയ്താൽ മതി. ട്രെയിനിൽ സമയം പോകണല്ലോ. നോമ്പ് നോട്ടിട്ട് പിള്ളേർ ഇപ്പം തന്നെ കാണുന്നു. അതായത് ആദ്യത്തിലുള്ളത് സഹാബത്തിന് നേരെ ഉൾട്ട. തുടക്കത്തിലുള്ളതിനേക്കാളും 100 മടങ്ങ് ശക്തിയായിരുന്നു ലാസ്റ്റ് ആകുമ്പോൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആവണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ വായിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.